സ്വാമി ശരണം. എൻ്റെ പൊന്നു മച്ചാന്മാരെ, നീണ്ട കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം അയ്യപ്പനെ കാണാൻ ഞങ്ങൾ മാലയിടുകയാണ്. എൻ്റെ സ്വന്തം നാടായ ട്രിവാൻഡ്രത്തെ മാറഞ്ചൽക്കോണം നാഗരികാവ് ദേവീക്ഷേത്രത്തിൽ വെച്ചാണ് മാലയിടുന്നത്. നമ്മൾ മൊത്തം 16 പേരാണ് ശബരിമലയ്ക്ക് പോകുന്നത്. സീസണിൽ പോകാത്തത് വേറൊന്നും കൊണ്ടല്ല, കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ. അതുകൊണ്ട് ആ സീസണിലൊക്കെ പോയി കഴിഞ്ഞാൽ തിരക്കിൻ്റെ ഇടയിലൊക്കെ വലിയ പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓഫ് സീസണിൽ പോകുന്നത്. കുഞ്ഞിലെ തൊട്ടേ എൻ്റെ മകൻ്റെ വലിയ ആഗ്രഹമായിരുന്നു അയ്യപ്പനെ ഒന്ന് കാണണമെന്നുള്ളത്. അയ്യപ്പനെ ഒരു നോക്ക് കാണാൻ വേണ്ടി എൻ്റെ മകൻ മാലയിടുകയാണ്. എൻ്റെ മകൻ മാത്രമല്ല, അനുജൻ്റെ മകൻ, അനുജത്തിയുടെ മകൻ, ഇങ്ങനെ ഒരു മൊത്തം 4 കന്യയ്യപ്പന്മാരാണ് നമ്മളെ കൂടെ ഉള്ളത്. 3 ചെറിയ കുട്ടികളും പിന്നെ ഒരു പയ്യനും. അങ്ങനെ മൊത്തം 4 കന്യയ്യപ്പന്മാരും. ബാക്കിയുള്ളവരെല്ലാം നേരത്തെ ശബരിമലയ്ക്കൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ അയ്യപ്പനെ കാണാൻ വേണ്ടി ഞങ്ങൾ മാലയിടുകയാണ്. ആദ്യം ഞാൻ മാലയിട്ടു. അതിനുശേഷം എൻ്റെ മകൻ മാലയിടുകയാണ്. പിന്നെ അനുജൻ്റെ മകൻ, അനുജത്തിൻ്റെ മകൻ, ഇങ്ങനെ എല്ലാവരും നമ്മളതാ മാലയിടുകയാണ്. അവരുടെയൊക്കെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ്. അയ്യപ്പനെ ഒരു നോക്ക് കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടോ. ഇതിൽ ഏറ്റവും ചെറിയ കുഞ്ഞ് അയ്യപ്പനാണ് ഈ കാണുന്നത്. ഇത് അനുജത്തിയുടെ മകനാണ്. നമ്മളുള്ളതിൽ ഏറ്റവും ചെറിയ കുഞ്ഞ് കന്നി അയ്യപ്പനാണ്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. മുഖത്തൊക്കെ നോക്കി ഭയങ്കര ചിരിയൊക്കെയാണ്. ഇതെൻ്റെ അനിയൻ്റെ മകളാണ്. മകളും കന്നിമലയാണ്. അങ്ങനെ ഞങ്ങളത് മാലയൊക്കെ ഇട്ടു. ഫെബ്രുവരി 16-ാം തീയതിയാണ് ഞങ്ങളെല്ലാവരും ശബരിമലയ്ക്ക് പോകുന്നത്. ഞാൻ മൊത്തത്തിൽ 6 വട്ടം ശബരിമല പോയിട്ടുണ്ട്. ഈ പോകുന്നത് 7ാമത്തെ തവണയാണ്. ഞാൻ എപ്പോഴൊക്കെ ശബരിമല പോയിട്ടുണ്ടോ ആ സമയങ്ങളിലെല്ലാം ഞാൻ എൻ്റെ ഈ കുടുംബക്ഷേത്രത്തിൽ വന്നാണ് മാലയിടാറുള്ളത്. അതുകൊണ്ട് ഇപ്രാവശ്യവും അവിടെ നിന്ന് തന്നെ മാലയിടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹവും എൻ്റെ പൊന്നയ്യപ്പൻ സാധിച്ചു തന്നു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെ തിരുമേനി ഞങ്ങൾക്ക് മാലയൊക്കെ ഇട്ട് തന്നു. അതിനുശേഷം 3 തവണ ഗണപതി ഭഗവാന്റെ മുന്നിൽ വലം വെച്ചതിന് ശേഷമാണ് ഈ തേങ്ങ ഉടയ്ക്കാനുള്ളത്. ഞങ്ങൾ 7 പേരാണ് ഇന്നിവിടുന്ന് മാലയിട്ടത്. അങ്ങനെ ഞങ്ങളെല്ലാവരും 3 തവണ വലം വെച്ചതിന് ശേഷം ഗണപതി ഭഗവാന്റെ മുന്നിൽ തേങ്ങ ഉടച്ചു. എല്ലാവരും വളരെയധികം ഹാപ്പിയായി. ഇനി അയ്യപ്പനെ കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ വേണം. ഒരു നോക്ക് എൻ്റെ പൊന്നയ്യപ്പനെ കണ്ട് സായുജ്യമടയാനുള്ള ഭാഗ്യം എല്ലാവർക്കും കൊടുക്കണേ എൻ്റെ പൊന്നയ്യപ്പ എന്ന പ്രാർത്ഥനയോട് കൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.